And hi guys, this is our third day in Kannur. And ഇന്ന് ഞങ്ങൾ സ്റ്റേ മാറുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്രയും ദിവസം നിന്നത് ഒരു ബീച്ച് ഹോട്ടലിലായിരുന്നു, ബീച്ച് റിസോർട്ട്. ആൻഡ് ടുഡേ ഞങ്ങളൊരു ഹെറിറ്റേജ് സ്റ്റേയിലോട്ടാണ്. ദിസ് ഈസ് ഓൾസോ നിയർ ടു ബീച്ച്. ബീച്ചിൽ നിന്നൊരു 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ. ആക്ച്വലി കണ്ണൂർ ഒരുപാട് ബീച്ചുണ്ട്, ഒരുപാട് ബീച്ച്. ആൻഡ് ഹിയർ വി ആർ. ദിസ് ഈസ് ദ തറവാട് കൈൻഡ് ഓഫ് ഹെറിറ്റേജ് റിസോർട്ട്, നോട്ട് റിസോർട്ട്, എയർബിഎൻബി പോലെ അവർ ചെയ്തേക്കുക. ദിസ് ഓൺസ് ബൈ, അറിയായിരിക്കും, ദലീല പാലസ്. ദലീല പാലസ് ഹോട്ടൽ എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ ഓണറിൻ്റെ ആണിത്. അവർ ഒരു 4 years മുന്നേ ഒരു ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മലയാളികൾക്ക് വിറ്റതാണ്. ഇപ്പോൾ അവർ റിനോവേറ്റ് ചെയ്ത് എയർബിഎൻബി പോലെ നടത്തുന്നു. ഇറ്റ് ഇസ് സോ ഗുഡ് അല്ലേ. എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. ഞാൻ ഇതുവരേക്കും ഇതുപോലത്തെ ഒരു സ്റ്റേയിൽ നിന്നിട്ടില്ല. ആൻഡ് സോയി ഓൾസോ, അവൾ ഓടിച്ചാടി നടക്കുമായിരുന്നു അവിടെ ഫുൾ. ആൻഡ് നമുക്ക് പണ്ടത്തെ ലാഡർ പോലത്തെ കയറി പോകുന്ന, പിന്നെ ലോക്കിംഗ് സിസ്റ്റം മുകളിലുള്ള, എനിക്കിതൊക്കെ ഒരു പുതിയൊരു കാഴ്ചയായിരുന്നു. എൻജോയ് ഡിറ്റ് എ ലോട്ട്. ഞാൻ വിചാരിച്ചു ഇനി ഞാനൊരു കണ്ണൂർ വിസിറ്റ് ഉണ്ടെങ്കിലും ഞാൻ ഓഫ് കോഴ്സ് ഇവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് സോ ഗുഡ്. ആൻഡ് ചൂടായിരുന്നു ഒരുപാട്. നാട്ടിൽ ഒരുപാട് ചൂടാണല്ലോ കേരള. ആൻഡ് ഇവിടെ പക്ഷേ നല്ലൊരു തണുത്ത ഫീലിംഗ് ആയിരുന്നു അകത്തൊക്കെ. എനിക്ക് തോന്നുന്നു അവർ ആ ഒരു രീതിയിൽ ചെയ്തതുകൊണ്ടായിരിക്കും. എന്നിട്ട് ചെന്നിങ്ങനെ കയറുന്ന ഫസ്റ്റ് ഡോറിലുണ്ടായിരുന്നായിരുന്നു ഞങ്ങളുടെ റൂം. അവിടെ മീൻസ് ഫുള്ളായിട്ടും എടുക്കാൻ പറ്റും, അല്ലാണ്ട് റൂമായിട്ട്. ഞങ്ങൾ 2 പേരേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞങ്ങളൊരു റൂമാണ് എടുത്തത്. റൂം നല്ല സ്പേഷ്യസ് ആയിരുന്നു. വാഷ്റൂം സ്പേഷ്യസ് ആയിരുന്നു. അവരുടെ എക്സ്ട്രാ ബെഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഒരു ടേബിൾ, ഡൈനിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ലായിരുന്നു. നെക്സ്റ്റ് ടൈം ഫോർ ഷുവർ ഐ വിൽ ബി സ്റ്റേയിങ് ഹിയർ. ആൻഡ് ഓണറിനെ ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വൈകിട്ട് ഞങ്ങൾ സൺസെറ്റ് കാണാൻ ഇറങ്ങി അടുത്തുള്ള ബീച്ചിൽ. ആൻഡ് മിനിങ്ങാന്ന് വരെ ബീച്ച് പടിയുള്ള സോയി അവിടെ കിടന്ന് ഓടിച്ചാടി മറിയുന്നുണ്ടായിരുന്നു. ഞങ്ങളവിടെ നിന്ന് കല്ലുമ്മക്കായും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ കോഴിക്കോട് കണ്ണൂർ സ്റ്റൈൽ കല്ലുമ്മക്കായ കഴിക്കുന്നത്. അതും നല്ലായിരുന്നു. ഞങ്ങൾ ആ കല്ലുമ്മക്കായും കഴിച്ചുകൊണ്ടിരുന്നാണ് സൺസെറ്റ് കണ്ടത് ആക്ച്വലി. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു.